ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഓണൊക്കെ എവിടം വരെ എത്തി? പൂക്കളിട്ട എല്ലാവരും വീടുകളിൽ പൂക്കൾ. പണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ഒരു രസം. കോളേജിൽ പോകുമ്പോ സെറ്റ് സാരി ഉടുക്കുക, മാച്ച് ചെയ്ത കമ്മലിടുക, പൊട്ട് തൊട, വളകൾ വാങ്ങിക്കുക. എന്തായിരുന്നു ആ കാലഘട്ടം? ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞത് മുഖം കണ്ണാടിയിൽ വരെ നോക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. സമയം കിട്ടിയാലും നോക്കണില്ല. മുന്നേ അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ പോയി. ശരിക്കും ആ കാലഘട്ടം. അത് കഴിഞ്ഞു. ഇപ്പൊ ആ കാലഘട്ടത്തിൽ കൂടെ പോണ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാട്ടാ. ഇനി അത് തിരിച്ചു കിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ദം കുട്ടികളും കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പൊ കിട്ടുന്ന സമയം അടിച്ച് പൊളിച്ച് തകർക്കാം. ഇവിടെ ഞാൻ പൂക്കൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു ദിവസം ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇവന്മാർക്ക് പൂക്കൾ ഇട്ട് കൊടുത്താൽ ഞാൻ ഇടണേന് മുൻപ് ഇങ്ങനെ ചെതറിച്ച് കളയും. അപ്പൊ എന്തായാലും ഒരു ദിവസം ഇത്തിരി പൂവൊക്കെ പൊട്ടിച്ച്, നമ്മുടെ ഇവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇത്തിരി പൂവുണ്ട്, നമ്മുടെ വീട്ടിലില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൂവൊക്കെ പൊട്ടിച്ച് ഇത്തിരി പൂക്കളിടാ. അല്ലാണ്ട് പൂ വാങ്ങിച്ചിട്ട് ഇടുന്ന പരിപാടിയൊന്നും ഇല്ല. വാങ്ങിച്ചിട്ട് ഇട്ടിട്ടും കാര്യമില്ലാത്തോണ്ടാണ് കേട്ടാ. ഇന്നലെ തുടങ്ങി ഭയങ്കര ജലദോഷവും അതുപോലെ തന്നെ ചുമയും കേട്ടോ. ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോഴെങ്കിലോ നല്ല കൊരുക്ക് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര വേദന എടുക്കണം. സൗണ്ട് ആണെങ്കിലും മാറിയിട്ടില്ലേ, എൻ്റെ സൗണ്ട് മാറിയിട്ടില്ലേ. ജലദോഷത്തിൻ്റെയാണ് അത് പ്രശ്നം. തലവേദന, ബോഡി പെയിൻ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവിടെ നിന്നാ വന്നേന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടോ. പനി പറഞ്ഞ പോലെയല്ല. പനി വന്നു കഴിഞ്ഞാൽ പനി മാത്രം ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് പാരസിറ്റാമോൾ കഴിച്ച് കഴിഞ്ഞൊരു സമാധാനം. പക്ഷെ ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ വായിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബോഡി പെയിനും, നമുക്ക് എന്തോ ഒരു ഉറങ്ങാനാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെ, ശ്വാസം കിട്ടാത്തത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആരുടെ കയ്യിലും പകർന്നതല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഞാൻ തലയിൽ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ടായിരുന്നു. നേരം വൈകിട്ടാണ് തലയിൽ വെളിച്ചെണ്ണ പറ്റി. എനിക്ക് അതുകൊണ്ട് നീരിളക്കം വന്നത്. ഈ കഴുത്ത് ഇങ്ങനെ തിരിക്കുന്നില്ലേ, ഇങ്ങനെ പെടലി ഉളിക്കണ പോലെ അങ്ങനത്തെ ഒരു വേദനയുണ്ട്. അതായത് ഇങ്ങനെ തിരിയുമ്പോ ഇങ്ങനെ വേദന വരുന്നുണ്ട്. അപ്പൊ തലനീര് ഇറങ്ങിയതാ. അങ്ങനെ എന്തോ പ്രശ്നം പറ്റിയേക്കണ്ടാണ്. പിള്ളേരെ അടുത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ പേടിയാണ് കേട്ടാ. കാരണം ഇവർക്കങ്ങ് വന്നാലോ. ഗുളിക കഴിച്ചിട്ടുണ്ട്, എന്നാലും എനിക്കാണെങ്കിൽ തലവേദന വരാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഈ കഫക്കെട്ടിനാണ് തലവേദന വരുന്നത്. അപ്പൊ ഇങ്ങനെ ജലദോഷം വന്നത് നല്ലതാണ്. ഇടയ്ക്ക് നീരിളകി പോവാന്ന് പറയുന്നത് നല്ലതാണ്. കഫമൊക്കെ ഇങ്ങനെ ഇളകി പൊക്കോളൂ. അതായത് ഇവന്മാർക്ക് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് പകർന്നിട്ടല്ലാത്തത് കൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവമേ, കൊരുക്കുവേൻ എടുക്കണ്ടോ അമ്മക്ക്? ഇവിടെ കൊരുക്കിൻ്റെ ഇവിടെ ആരോ വന്ന് ഞെക്കിയല്ലേ. നീയാണോ രാത്രി ഞെക്കിയത്? ആദംകൂട്ടൻ ഇന്ന് രാവിലെ വേഗം എണിറ്റു. വേഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 8 മണിയായപ്പോൾ എണിറ്റു. അപ്പൊ പാല് ചേട്ടനാണെങ്കിൽ ഇന്ന് പാല് കൊടുത്തിട്ടില്ല. ആദത്തിനാണെങ്കിൽ പാലില്ല. അത് കുറെ നേരമായി നോക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കണ്. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടം അല്ലേ? ആർക്കാ ഇഷ്ടം? ഇത് കുടിക്കാൻ പാടില്ല കട്ടൻ ചായ. ഇത് ഭയങ്കര ചൂടതേ കണ്ട പോകാനുണ്ട്. അത് കുടിക്കാൻ പാടില്ല. ഫ്രണ്ടിൽ പോയി കളിച്ചു. അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചെല്ല് അമ്മ പോരാം. അവിടെ ചേട്ടൻ പാല് വെച്ചോ നോക്കി പോയിട്ട്. ആരാന്ന്? മേരിക്കുട്ടി അമ്മാമ്മ പോയാ? ഇന്നലെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാൽ അബ്രുവിന് 1.25 വാക്സിനേഷൻ ഉണ്ട്. അപ്പം അതെടുത്തിട്ടില്ല. അത് ഗവൺമെന്റിലില്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കണം. അപ്പം ഇവിടെ മറ്റേ എന്തിനാണ് വേലിപ്പാട് ഹോസ്പിറ്റലിലാണ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 11:30 ആകുമ്പോഴേക്കും ചെല്ലാനാണ് പറഞ്ഞേക്കണത്. അപ്പം അവന് വാക്സിനേഷൻ ഉണ്ട്. ശരിക്കും ഇവന് വൈറ്റമിൻ എയും കൊടുക്കാനുണ്ട്. പക്ഷെ അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ കാരണം കൊടുത്തിട്ടില്ല. ഈ വാക്സിനേഷൻ കഴിഞ്ഞ് അവൻ്റെ കരച്ചിലും ബഹളാവുമ്പോഴേക്കും അവനെടുത്തുകൊണ്ട് എടുക്കുമ്പോഴേക്കും എൻ്റെ പരിപാടി തീരും. സാധാ വാക്സിൻ എടുത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ ഗുളിക മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ആൾക്ക് ബോഡി പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇത് മറ്റേ MMR ആണ് 1.25. ആദ്യത്തിന് ഇത് നമ്മൾ ഗൾഫിലെടുത്തിട്ടുണ്ടായി. യാത്ര 1 വയസ്സിൽ MMR അവർ അവിടെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ അത് 1.25 വയസ്സിന് സെപ്പറേറ്റാണ് വന്നെ. അപ്പോൾ അതെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് പോവാണ്. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട് പോവാന്ന്. 11:30 ആകുമ്പോഴേക്കും 11:30 അവിടെ എത്രയെന്നാ പറഞ്ഞേക്കണം. അപ്പോയിൻമെന്റ് 11:30 ഡോക്ടറെ കാണാണ്ട്
അവർ വാക്സിൻ എടുത്ത് തരില്ലല്ലോ. ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പനിയുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാക്സിൻ എടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 11:30 മൂന്നാമത്തെ നമ്പറാണ് കിട്ടിയേക്കണേ. വേഗം കാണും. പക്ഷേ ഈ പീഡിയാട്രീഷ്യൻസിനെ കാണാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയമാണ് പറഞ്ഞിട്ടാ. ഞാൻ അവിടെ പോകുമ്പോൾ കുഴിക്കാട്ടുശ്ശേരിയിൽ പോകുമ്പോൾ എന്തോരം നേരം എടുക്കാമെന്നറിയാം. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും എമർജൻസി കേസ് ഡെലിവറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരിക്കാത്ത ഇന്നിപ്പോൾ എന്താകുമെന്ന് അറിയില്ല. സമയം പോകേണ്ട അറിയില്ല കേട്ടാ. ഇപ്പം എന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി ഒരു കാര്യം ചെയ്തിട്ടില്ല. തട്ടിമുട്ടി ഇന്നും നേരെ പോയിക്കൊണ്ട് സാധാ പതിവ്. ഇന്നും അതന്നെയായിരിക്കും സ്ഥിതി എന്ന് പറയാം. എനിക്കാണെങ്കിൽ ഒരു രസമില്ല. അപ്പം ഞാൻ ഇത്തിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. വേറെ എന്തെന്നാലും വലിയ രസമില്ല. ഒരു പുളി രസമാണ് ഈ സമയത്ത് നല്ലത്. അപ്പോൾ ഒരു ചുവന്നുള്ളിയൊക്കെ നന്നാക്കി ആ പരിപാടി സെറ്റാക്കി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാം. ഇവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങയുണ്ട്. അതായത് മാങ്ങ സീസണിൽ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ കുറച്ചെടുത്ത് ചമ്മന്തിയിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ഇതേ അമ്മയിൽ ചതയ്ക്കുന്നത് നല്ലത്. കാരണം അപ്പച്ചന് മറ്റേപാട് മിക്സിലടിക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പം അമ്മയിൽ ചതച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പം അമ്മയിൽ ചതയ്ക്കാം. അമ്മയല്ല, കുഞ്ഞമ്മിയില്ലേ, മുന്നിങ്ങനെ ഇങ്ങനത്തെ അമ്മ ഉണ്ടായില്ലേ, ആ അമ്മയല്ല കേട്ടാ, നമ്മുടെ കുഞ്ഞമ്മി ചതയ്ക്കണം. ചത ഈ മാങ്ങ ഇതിലിട്ട് അടിക്കുമ്പോഴേ നല്ല പൾപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇത് ചതയുമ്പോൾ ഇങ്ങോട്ട് തെറിക്കണു. നമ്മുടെ ചമ്മന്തി ഇത് സെറ്റായിട്ടുണ്ട്. അധികം കുഴച്ചരച്ചിട്ടില്ല. എനിക്ക് സത്യത്തിൽ നന്നായി അരയ്ക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഇങ്ങനെ അരച്ചാൽ ആരും കഴിക്കില്ല. ആദ്യത്തിന് എന്തായാലും ഇഷ്ടം. അപ്പോൾ ഇത് അതുകൊണ്ട് ചതയ്ക്കുക ചെയ്ത് അരച്ചില്ല. കുറച്ച് കഞ്ഞിയാണ് കുടിക്കണേ. കഞ്ഞിയും ചമ്മന്തി അടിപൊളി കോമ്പിനേഷനാണ്. കഞ്ഞെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ചമ്മന്തി ആണെങ്കിൽ അരച്ചിട്ടുണ്ട്. ചോറ് ഞാൻ ഇത്തിരി എടുത്തു. ഇത്തിരിയും കൂടി കഞ്ഞെള്ളം ഒഴിക്കാം. നേരത്തെ ഇത്തിരി എടുത്ത് കഴിച്ചിട്ടുണ്ടായിട്ടാ. ചമ്മന്തിയുടെ ടേസ്റ്റ്, പുളി ടേസ്റ്റ് കുറച്ച് വായിക്ക് പിടിക്കണേ. ലേശം ഉപ്പും കൂടി ഇട്ടാൽ എന്നിട്ട് കുടിക്കുമ്പോഴല്ലോ അടിപൊളിയാണ്. അതവിടെ നിക്ക്, ഡ്രസ്സ് മാറാറായിട്ടില്ല. ഈശോ, നീ ഡ്രസ്സ് മാറുന്ന പറഞ്ഞപ്പോ ഇവൻ ഡ്രസ്സ് മാറാൻ പോണോക്ക് ദേവണ്ടാ. ചേട്ടൻ എന്ത്, അയ്യോ ചേട്ടൻ എന്ത് കാണിച്ചാ? നീ കാണിച്ചില്ല ഇഞ്ചക്ഷൻ. ഈശോ, ഇഞ്ചക്ഷൻ കിട്ടും നിനക്ക്. ആർക്ക് ഇഞ്ചക്ഷൻ കിട്ടണേ? അവരൊരു ഇഞ്ചക്ഷൻ കിട്ടോ? അവരൊരു ഇഞ്ചക്ഷൻ കിട്ടും. പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേരെ ഡ്രസ്സ് ഞാൻ വേഗം മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അമ്മച്ചി അപ്പച്ചനും പിള്ളേരും എല്ലാവരും കൂടിയാണ് പോണത്. കാരണം രണ്ടുപേരെ കൊണ്ടുപോണ്ടേ. ആദ്യം നിൽക്കില്ല, അല്ലെങ്കിൽ ആദ്യത്തിന് ഇവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അമ്മച്ചി എല്ലാവരും കൂടി ഉണ്ട്. ഒരു 5 മിനിറ്റ് നേരം വൈകിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും താഴ്ത്തിക്ക് ഇറങ്ങുമ്പോൾ തട്ടിമുട്ടി വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും 11:15 11:30 അവിടെ എത്തണം എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നേരം വൈകും. ചിലപ്പോൾ ഡോക്ടർ നേരം വൈകിട്ട് ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. മിച്ചിക്ക് അതിന്റെ തലമുടി ഇരിയാ ഇപ്പഴേ ഞാൻ തല കുളിപ്പിച്ചിട്ടില്ല. ഇന്നിപ്പോ പറ്റണ്ട. നമുക്ക് വരുന്ന സമയത്ത് അവിടെ ഇതുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തിന് അമ്മയ്ക്ക് അവിടെ ഇറങ്ങി വെട്ടാൻ മുടി. ചിലപ്പോ ആൾക്കാരുണ്ടാവില്ല. എന്നിട്ട് പറയണേന്ന് നീ പോറ്റ പറയോ? അതാ അബ്രു പറയണ പോറ്റെ പറഞ്ഞേ. താഴത്തേക്ക് ഇറക്കപ്പാപ്പ വണ്ടി പോട്ടെ. അപ്പാപ്പൻ പോയാ തിരിക്കാൻ? ചന്തക്ക് പോയിക്കണേ ആ വഴി. ഈ ഫ്ലാസ്കിൽ എന്തിനാ വെള്ളത്തിന് കുടിക്കാനാ? എന്നിട്ട് മുമ്പ് പറയാറതാ നിനക്ക് ഞാനും കൂടി ഇവിടെ ഇരുന്നാ പോരാ? നീ എന്തിനാ പോണാതോ? അതവിടെ ഇരുന്നാ മതി. പക്ഷെ നിക്കില്ലല്ലോ. വാലല്ലാതോ അവരു അവിടെ നടക്കാൻ പോയിട്ടുണ്ടാവും. അവനുണ്ടാ ഡോക്ടർ എന്തായാലും റൗണ്ട്സിന് പോയി കഴിഞ്ഞിട്ട് വരല്ലോ പറഞ്ഞു. വെയിറ്റ് ചെയ്യാണ്. ഇഞ്ചക്ഷൻ വേണോ? തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഡോക്ടർ റൗണ്ട്സിന് പോയേക്കാം. അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എന്തോ
ഓണം സെലിബ്രേഷൻ എന്താ പിള്ളേരൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. അപ്പുറത്തെ സൈഡിൽ സ്കൂളും പള്ളിയൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ട്. പക്ഷെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ കാണാം. ഇനി ഇരിക്കാൻ വേണ്ടി രസമില്ല. അതുകൊണ്ടാ അബ്രുവിന് ഇഷ്ടമായി, അതിന് വലിയ ഇഷ്ടമായില്ല. ഇന്നിട്ട് വാക്സിൻ എടുത്ത് നമ്മൾ വന്നു. അബ്രു കുറച്ചേരം കറങ്ങി, പിന്നെ അബ്രു ഉറങ്ങിയേക്കാണ്. അപ്പം ഞാൻ കടയിൽ തിരക്കായിരുന്നു, ഇവനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. ഇവിടെ വന്ന് കരച്ചിൽ ബഹളായിതേ കടയിൽ കൊണ്ടുപോയി ജെംസ് കിട്ടിയപ്പോൾ അവനൊരു ആശ്വാസമായി. അല്ലടാ കൂർമ്മ മാറു ജെംസ് വാങ്ങിച്ചൂല. വാക്സിനേഷൻ എടുത്തപ്പോൾ കുത്തിയപ്പോൾ ഒരു കരച്ചിലുണ്ടായില്ലേ, അതുണ്ടായുള്ളൂ. അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോഴേ പനിക്കുള്ളൂ, അതുവരെ പനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പനിയുടെ ഗുളിക മരുന്ന് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പനിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കൊടുത്തിട്ടില്ല. വലിയ പ്രശ്നം ഇപ്പം ഇല്ല. ഒരു കുത്ത ഉണ്ടായിരുന്നുള്ളൂ, MMR ഒരു കുത്ത ഉണ്ടായിരുന്നുള്ളൂ. അത് കൈമ അവർ കുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ച് ഇവർ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. അപ്പോൾ ഒരു കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. അപ്പുറമാണെങ്കിൽ അവനെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒച്ച അതുപോലെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവനെ കുത്തിക്കഴിഞ്ഞപ്പോൾ ശരി. അപ്പോൾ അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരടാ നിന്നേന്ന് പറഞ്ഞപ്പോൾ കുത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കറങ്ങി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ പള്ളിയിൽ കയറി. ആശുപത്രിയുടെ അപ്പുറത്ത് വേലിപ്പാടം വേലിപ്പാടം ആശുപത്രിയുടെ അപ്പുറത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി സ്റ്റോളിൽ കയറി ഇവിടുത്തെ പ്രാർത്ഥനാ പുസ്തകം നമ്മുടെ കുട്ടന്മാർ കീറി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. രണ്ടിൽ തന്നെ അടിപൊളി ഒരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. അബ്രുവിനെ പിന്നെ ഞാൻ അവിടെ ഇരുത്തിയില്ല. അബ്രുവിനെ ഇരുത്തിക്കഴിഞ്ഞാൽ അബ്രു പൂക്കളം ഇങ്ങനെ ഒറ്റ ചെതറാക്കി തരും. ആദ്യത്തിനെ പിന്നെ ഒന്ന് നിൽക്കടാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവ സമ്മതിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പം ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇനി ഉണ്ടാവും അതുകൊണ്ടൊന്നും എനിക്കറിയില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.